സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിൻ്റെ മറ്റൊരു ബ്രൈറ്റ് ആൻഡ് കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കളർഫുൾ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ ചുറ്റും നോക്കിയാൽ എന്തോരം ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കളേഴ്സ് ഉണ്ട്. വൈബ്രൻറ്റ് ഹ്യൂഫുൾ കളേഴ്സ് അല്ലേ? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓരോ പെർട്ടിക്കുലർ കളർ ഉണ്ടായിരിക്കും, ഓരോരുത്തരുടെയും ഫേവറേറ്റ് കളർ. നമ്മുടെ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ഇഷ്ടമുള്ള കളർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറിൻ്റെ, അവരുടെ പേഴ്സണാലിറ്റിയുടെ പല ആസ്പെക്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. നമ്മൾ കളർ കൊണ്ടുവരുന്ന മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ്സിൽ ഈ കളർ തീമൊക്കെ ഭയങ്കര പോപ്പുലറാണ്. നമ്മൾ ചുറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പലവർക്കും പല കളർ തീമാണ്. അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഓരോ തീംസാണ്. അത് നമുക്ക് നോട്ടീസ് ചെയ്താലും അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര മാത്രം ഞാൻ കളറിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന കപ്പിൾ, ഇവർക്കും കളേഴ്സും തമ്മിൽ ഒരു പ്രത്യേക ഒരു ബോണ്ടുണ്ട്. യൂഷ്വലി ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും കല്യാണത്തിനൊക്കെ മാത്രമേ ഒരു കളർ തീം ഫോളോ ചെയ്യാറുള്ളൂ, ബ്രൈഡും ഗ്രൂമും ഒക്കെ. പക്ഷെ ഇന്നത്തെ കപ്പിളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലമായി, പക്ഷേ അവർ എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി ക്ലോത്ത്സ് ചൂസ് ചെയ്യുമ്പം രണ്ടുപേരും ഭയങ്കര കളർ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പിളാണ്. ഒരാളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്താൽ അപ്പം അത് വാട്സാപ്പിൽ അടുത്ത ആൾക്ക് എത്തിയിരിക്കും. അവിടുന്ന് അതേപോലത്തെ കളറിലുള്ള ഒരു ഡ്രസ്സ് മറ്റേ ആൾ ചൂസ് ചെയ്യും. ആൻഡ് ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് ഇൻ ലൈഫ് ഈ ഒരു കളർ തീം എപ്പോഴും, ഒരു കളർ കോർഡിനേഷൻ എപ്പോഴും ഉണ്ടാവണമെന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പം ഈ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു കപ്പിളിനെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? യെസ്, സുബിൻ ആൻഡ് സുവർണ. ഇവരാണ് നമ്മുടെ ഒരു കളർഫുൾ കപ്പിൾ ഇന്നത്തെ. സോ ഇവരെ മീറ്റ് ചെയ്യണം, ഇവരുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കണം, കല്യാണത്തിൻ്റെ കാഴ്ചകൾ കാണണം. സോ നമുക്ക് പോവാം. ആൻഡ് ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിലേക്കാണ്. ട്രിവാൻഡ്രത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവാർ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ഈ ഒരു വണ്ടർഫുൾ കപ്പിളിനെ മീറ്റ് ചെയ്യാനും പോകുന്നത്. സോ സ്ട്രേറ്റ് ടു പൂവാർ. ഇന്നത്തെ ഡോക്ടർ കപ്പിളായ സുബിൻ ആൻഡ് സുവർണ, ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞു. സോ ഹായ് സുബിൻ, ഹായ് സുബിൻ ആൻഡ് സുവർണ. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കല്യാണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഈ നല്ലൊരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സോ ഫാർ എങ്ങനെ, ഇതുപോലെ നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണോ പോകുന്നത്? ഹൗ ഇസ് ഇറ്റ് ബീൻ സോ ഫാർ? സുവർണ പറയും. അതെ, വളരെ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. സുബിൻ? നന്നായി പോകും. ഇത്രയും കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക്, പക്ഷെ ഒരുപാട് ദിവസത്തിന് പരിചയമുണ്ട്. ഐ തിങ്ക് ഒരു വർഷം മുമ്പേ കല്യാണമൊക്കെ നിശ്ചയിച്ച. സോ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ആൾ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പം? ഇപ്പോൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ സംസാരിക്കാൻ ഒരാളായി, എല്ലാ കാര്യവും ഒരുമിച്ച് സുഖമാണ്. റൊമാൻറ്റിക് ആണോ സുബിൻ? അതെ, ഓക്കെ. ഈ ഇപ്പം പരിചയപ്പെട്ട ഈ ഒരു സമയത്തിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ചെയ്ത ഒരു കാര്യം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കിച്ചണിലൊക്കെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ കൂടെ വന്ന് അമ്മയുടെ കൂടെയൊക്കെ വന്നിട്ട് ഞാൻ നമ്മുടെ കൂടെ നിന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും. എല്ലാത്തിനും എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാം കൂടെ എല്ലാത്തിനും എപ്പോഴും ആണുങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമാണ്. വെരി ലക്കി. സുബിൻ എങ്ങനെയാ, സുവർണ റൊമാൻറ്റിക് ആണോ? അതെ, റൊമാൻറ്റിക് ആണ്. എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കാര്യം, മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം എന്താണ്? മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ പരീക്ഷ സമയത്തായാലും പുള്ളിക്കാരി നമ്മൾ ആ ഒരു ടൈം കൃത്യമായിട്ട് വിളിച്ച് വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കാറുണ്ട്. എല്ലാ കാര്യത്തിനും ഒരുമിച്ച്, കുറച്ച് ദൂരെ ആയിരുന്നാലും എല്ലാ കാര്യത്തിനും ഒരുമിച്ചുള്ള പോലെ തന്നെ ഒരു ഫീലിങ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സാം സമയത്തായാലും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെ.
സോ നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഡെന്റിസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ രണ്ടുപേരും ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്, നിങ്ങളുടെ ഇനി ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? സുബിൻ പറയൂ, എന്താണ് അറേഞ്ച്ഡ് മാരേജ് ആണോ? പ്യുവർലി അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ. എങ്ങനെയാണ് സുവർണനെ കണ്ടെത്തിയത്? ശരിക്കും അത് മാട്രിമോണിയൽ വഴിയാണ് വന്നത്. ഒരു സെപ്റ്റംബർ മാസത്താണ് ശരിക്കും റിക്വസ്റ്റ് വന്നത്. ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തു. ഒക്ടോബർ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരി മാൽഡീവ്സിൽ നിന്ന് വന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ ഒരു ഡോക്ടർ തന്നെ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും സെയിം പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചൊരു ക്ലിനിക്കൊക്കെ കിട്ടുന്നത് അത് കുറച്ചൊക്കെ നല്ലത് തന്നെയാണ്, സെയിം പ്രൊഫഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒരു ചെറിയൊരു കൺസെപ്റ്റ് മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഇതായിട്ട് കൊടുത്തിരുന്നത് തന്നെ ഒരു ഡെന്റിസ്റ്റ് തന്നെ വേണമെന്നാണ്. കൃത്യമായിട്ട് വന്നു, അത് നടന്നു. സുബിൻ പറയുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുവർണയുടെ സൈഡിൽ നിന്നാണ് ആദ്യമായിട്ട് റിക്വസ്റ്റ് പോകുന്നത് അല്ലേ? സോ എങ്ങനെയാണ് സുവർണയ്ക്ക് ഇതുപോലെ തന്നെ എൻ്റെ അതേ പ്രൊഫഷനിൽ ഒരാളെ വേണമെന്നായിരുന്നു, എങ്ങനെയാണ് സുബിനെ കണ്ട് ഒരു റിക്വസ്റ്റ് അയക്കാൻ തോന്നിയത്? പ്രത്യേകിച്ചും ഫാമിലി ഓറിയന്റഡ് ആയിരുന്നു ഫസ്റ്റ് ഇത് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതും എല്ലാം. പിന്നെ ഞാൻ പോയി കാണുന്നത് തൊട്ടാണ് ഞാൻ സുബിനെ മീറ്റ് ചെയ്യുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്ക് കുറച്ച് പീരീഡ്സ് വേണം, പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കാനുള്ള ടൈം വേണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആരായെങ്കിലും. പിന്നെ ഒരു പ്രൊഫഷൻ ബേസ് ചെയ്ത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ആരെയും. സുബി കണ്ടു, ഇഷ്ടപ്പെട്ടു. എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ആൻഡ് സുബിൻ പഠിച്ചത് യുജി ചെയ്തത് സെന്റ് ഗ്രിഗോറിയസ് എറണാകുളം കോതമംഗലം, PG ചെയ്തത് PMS സെൻട്രൽ കോളേജ് വട്ടപ്പാറ ട്രിവാൻഡ്രം. സുബിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, മൂത്ത ചേട്ടൻ വെറ്റിനറി ഡോക്ടറാണ്, ചേച്ചിയുണ്ട്, ചേച്ചി M.Tech കഴിഞ്ഞു, രണ്ടുപേരും മാരീഡ് ആണ്, പിള്ളേരൊക്കെ ഉണ്ട് വീട്ടിലാണ്. സുവർണയുടെ വീട്ടിലോ? എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു കാലിക്കറ്റിലാണ്, അവരവിടെയാണ് സെറ്റിൽഡ്. പക്ഷെ ഞങ്ങൾ ബേസിക്കലി ഇവിടെ ആണെങ്കിലും പുറത്താണ് സെറ്റിൽ ചെയ്തേക്കുന്ന, മാൽഡീവ്സിലാണ് എല്ലാവരും. ഓക്കെ. സോ മാൽഡീവ്സിൽ മലയാളികളൊക്കെ ഉണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ്. ഇഷ്ടംപോലെ പേരുണ്ട്, ലോകത്ത് എവിടെ പോയാലും മലയാളികളുണ്ട്. സോ പറഞ്ഞല്ലോ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആണ്, സോ അവരുടെ ഒരു തീരുമാനമാണെന്നൊക്കെ. സോ ഒത്തിരി പ്രൊഫൈൽ നാച്ചുറലി കണ്ടു കാണുമല്ലോ. സോ സുബിന്റെ പ്രൊഫൈലിൽ എന്തായിരുന്നു ഏറ്റവും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്? സെയിം പ്രൊഫഷൻ, ഫാമിലി, ഒരുപാട് അംഗങ്ങളുള്ള ഫാമിലി എനിക്ക് ഇഷ്ടമാണ്. സിംഗിൾ ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ പ്രിഫർ ഞങ്ങൾ ചെയ്തത് അതിനോടാണ്. പിന്നെ വീടിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ട്രിവാൻഡ്രം ബേസ് ചെയ്ത് തന്നെയായിരുന്നു. നാട് ട്രിവാൻഡ്രം ആയതുകൊണ്ട് എന്നെ ചേച്ചി കാലിക്കറ്റിൽ കൊടുത്തത് കൊണ്ട് എന്നെ അടുത്ത് തന്നെ കൊടുക്കണം. അപ്പൊ ഇതൊക്കെയായിരുന്നു മെയിൻ ഫാക്ടേഴ്സ്. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്? അതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ? ഇല്ല. സോ നിങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് അതൊന്ന് റീകോൾ ചെയ്ത് സുബിൻ. അത് ശരിക്കും പെണ്ണ് കാണൽ ചടങ്ങ് തന്നെയാണ്. പെണ്ണ് കാണൽ ചടങ്ങ് ഞങ്ങളൊരു പുള്ളിക്കാരി കുറച്ചൊരു 9 മണി 10 മണി ആ ദിവസത്തെ ആണായിരുന്നു സമയം പറഞ്ഞിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകി, ഏകദേശം 1 മണിയൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ പുള്ളിക്കാരി ശരിക്കും ഞാൻ ഫോട്ടോയിൽ കണ്ട് പ്രൊഫൈൽ പിക്ക് കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, ജസ്റ്റ് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആദ്യം സാധാരണ ഒരു ചടങ്ങാണല്ലോ ചായ കൊണ്ടുവരുന്ന ചടങ്ങ്. പെട്ടെന്നൊരു ബീമിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് പുള്ളിക്കാരുടെ രൂപം വന്നു. അപ്പം ഞാൻ പ്രൊഫൈൽ പിക്കിൽ കണ്ടതിനേക്കാളും എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു മുഖം. പെട്ടെന്ന് പറഞ്ഞ മാതിരി ഞാനൊരു ഞെട്ടലുണ്ടായിരുന്നു മുഖത്ത്. അത് സന്തോഷത്തിൻ്റെ കണ്ണിലൊരു ഞെട്ടലുണ്ടായിരുന്നു. അത് 2-3 പേര് കണ്ട് ഐഡന്റിഫൈയും ചെയ്തു, അത് പിന്നെ പറയുകയും ചെയ്തു. പുള്ളിക്കാരി കണ്ടു, പുള്ളിക്കാരുടെ കൂടെയുള്ളവരൊക്കെ കണ്ടു. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മുഖം. അപ്പോൾ കണ്ടു, ചോദിച്ചു ഇഷ്ടമാണോ അതൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സംസാരിക്കാൻ സമയം കിട്ടി കുറച്ച് നേരം, ഒരു ജസ്റ്റ് ഒരു 1 to 2 minutes സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്കാണെങ്കിൽ ആ ഒരു പെട്ടെന്നൊരു എന്ത് സംസാരിക്കണം എന്നൊരു മുഖത്തൊരു ചമ്മൽ ആരുന്നുണ്ടായിരുന്നു. മെല്ലേക്ക് സംസാരിക്കാൻ അധികം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പേര് ചോദിച്ചു, സാധാരണ ഫിലിമിൽ കാണുന്ന പോലെ ഒരു അവസ്ഥ ആയിപ്പോയി. അധികം ഒന്നും പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സംസാരിച്ച് കൊളവാക്കുന്നത് പെട്ടെന്ന് നിർത്തി അങ്ങ് പോകും, അത്രയും ഉണ്ടായത്. പിന്നെ ബാക്കി കാര്യങ്ങൾ ആകെ കൂടെ അറിയാവുന്നത് പേരും ഡോക്ടറും. അവിടെ ചെന്നിട്ട് തിരിച്ചു അത് തന്നെ ചോദിക്കാനും പറ്റില്ല. ഈ സമയത്ത് ഇത്രയും സംസാരിച്ചില്ലെങ്കിലും മനസ്സിൽ ഇപ്പം ശരിക്കും എന്താ തോന്നി? ഈ കുട്ടി മതി, ഇഷ്ടപ്പെട്ടു എന്നാണോ? എന്തായിരുന്നു ഒരു റിയാക്ഷൻ? മനസ്സിന്റെ അകത്ത് ഒരു ഫീലിങ്സ് എന്തായിരുന്നു?
മനസ്സിൽ ഞാൻ ശരിക്കും പെണ്ണ് കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഉണ്ടായിരുന്നു. സെയിം പ്രൊഫഷനാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ, ഏകദേശം ഒരു 60-70% ഓക്കെ ഇനി ആളെ കണ്ടാൽ മതി, അങ്ങനെ പുള്ളിക്കാരെ കാണുന്നത്. കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഒരു 99% ഓക്കെ ആയി. എൻ്റെ ഒരു മനസ്സ് സന്തോഷം ഉണ്ടായി. തിരിച്ചു വരുന്ന യാത്രയിലേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, വന്ന യാത്ര നന്നായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ, ഇഷ്ടമാണോ അങ്ങനെ ഒന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് ശരിക്കും തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ. അത് സുവർണയുടെ ഞാൻ സസ്പെൻസ് പൊളിക്കാൻ വരട്ടെ. ഞാൻ സുവർണയോട് ചോദിക്കട്ടെ, ഈ ആദ്യത്തെ ഈ ചായയൊക്കെ കൊണ്ടേ കൊടുത്തപ്പം എന്തായിരുന്നു മനസ്സിൽ? ടെൻഷൻ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചായ കൊണ്ട് കൊടുത്തതും അന്ന് പവർ ഫെയിലിയർ പെട്ടെന്ന് എൻ്റെ എൻട്രിയും പവർ ഫെയിലിയറും ഒരുമിച്ചായിരുന്നു. അപ്പൊ എല്ലാരും കളിയാക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു ബാക്ക് ടു നമ്മുടെ പരിപാടികൾ കാണാൻ നോക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു നമ്മൾ ചെല്ലുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഡയറക്റ്റ്ലി നോക്കാൻ പറ്റില്ല. പക്ഷെ ചായ കൊടുക്കുന്ന സമയം ഞാൻ നോക്കിയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അതെ, പുള്ളിക്കാരൻ ഫോട്ടോ കണ്ടതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് നേരം അവിടെ നിന്നില്ല, ഞാൻ അകത്ത് പോയി. പിന്നീട് വീട്ടിൽ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, പുറത്ത് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. പുറത്ത് പോയി ഞങ്ങൾ നേരത്തെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പരസ്പരം. അപ്പോൾ നമ്മുടെ കോമൺ ഫ്രണ്ടിനെ ഞങ്ങൾക്ക് അറിയാം. ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കണക്ഷൻസ് ഉള്ളതുകൊണ്ട് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് പുള്ളി ചോദിച്ച ചോദ്യം, എൻ്റെ ഒരു പുള്ളിയുടെ ഫ്രണ്ട് എൻ്റെയും കോമൺ ഫ്രണ്ട്, അതിനെ പറ്റിയിട്ടായിരുന്നു ചോദിച്ചത്. പേര് ചോദിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചോദ്യം. അങ്ങനെ ചോദിക്കട്ടെ, സുബൻ വന്ന സുവർണയുടെ അടുത്ത് പേരെന്താ എന്ന് ചോദിച്ചപ്പം ശരിക്കും എന്താ തോന്നിയത്? ഞാൻ നേരത്തെ വിചാരിച്ചു വെച്ചിരുന്നു ഇത് തന്നെ ചോദ്യം. പക്ഷെ എനിക്കുണ്ടായിരുന്നു പേര് ചോദിക്കാൻ പാടില്ല, എന്ത് ചോദിച്ചാലും പേര് ചോദിക്കരുതെന്ന്. ഞാൻ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് പോയി. അപ്പൊ പുള്ളി അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു. പിന്നെ ഞാൻ പേര് പറഞ്ഞു. അതെന്തുകൊണ്ട് തിരിച്ചു ചോദിച്ചില്ല? അല്ല, എന്റെ പേര് അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ നിക്കുന്ന നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ആകെ ഒരു വിഷമിച്ച് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊരു നിൽപ്പ്, ഇങ്ങനെ ഒരു സീൻ വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു. നേരത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞ് താഴെ ചെന്നിട്ട് വീട്ടിൽ ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പ വന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ചോദിച്ചു. അല്ല, അവര് പുറത്തായിരുന്നു. ഇല്ല, അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ ഓക്കെ പറയട്ടെ. കാരണം എൻ്റെ ഫാമിലിക്ക് 90% ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് കാണാൻ വരുന്നത്. എൻ്റെ ഒരൊറ്റ ഈ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാണാനുള്ളൊരു ഇത് അതായിരുന്നു മെയിൻ. അപ്പോൾ തന്നെ അവർക്ക് അത് തീർക്കണം. എന്നോട് ചോദിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോർവേഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ ആളുടെ ഒരു ഫോട്ടോ കണ്ടു, ആളുടെ ഫാമിലി ഡീറ്റെയിൽസ് അറിയാം, നേരിട്ടാണെങ്കിൽ പേരുവാ ചോദിച്ചത്, എന്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു? കണ്ടാലേ അറിയാം, സ്വഭാവം മനസ്സിലായി ഏകദേശം. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കുഴപ്പമില്ല, എൻ്റെ കൂടെ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി, കംഫർട്ടബിൾ ആണെന്ന് തോന്നി. താഴെ പോയി എല്ലാവരോടും പറഞ്ഞു അറിഞ്ഞു. അതായത് സുവർണയുടെ പപ്പ വന്ന് എന്നെ ചോദിച്ചു, എൻ്റെ അടുത്ത് ഓക്കെ ആണോ, അവിടുന്ന് ഓക്കെ ആണോ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു ഓക്കെ ആണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡബിൾ ഓക്കെ. എല്ലാം വളരെ അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഓക്കെ ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങള് ആദ്യമായിട്ട് ഒരു പക്ഷെ പിന്നെ ഫോണിലായിരിക്കും സംസാരിച്ചേക്കുന്നത്. ആര്, സുബിനാണോ വിളിച്ചത്, സുവർണയാണോ വിളിച്ചത്? അയ്യോ, ഞാൻ കറക്റ്റായിട്ട് വന്ന് അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് തിരിച്ചു പോകണം. മാൽഡീവ്സിൽ ലീവില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വന്നിട്ട് തിരിച്ചു പോകുന്നായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പുള്ളി വിളിക്കും അല്ലെങ്കിൽ ഫോൺ നമ്പർ മേടിച്ച് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസം വിളിച്ചില്ല. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു വിളിച്ചോ, ഇല്ലാതെ ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസവും ഞാൻ പ്രതീക്ഷിച്ചു, വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പം അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു അറ്റ്ലീസ്റ്റ് എയർപോർട്ടിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും ഡിസൈഡ് ചെയ്തതല്ലേ എന്തായാലും വരും എന്ന്.
പക്ഷെ പുള്ളി വന്നില്ല. എൻ്റെ ഒരു അങ്കിള് എനിക്ക് എൻ്റെ വിഷമം കണ്ടിട്ടാണോ അതോ എൻ്റെ ഫോൺ കണ്ടിട്ടാണോ എന്നറിയില്ല, പുള്ളി എന്നോട് പറഞ്ഞു വിളിക്കട്ടെ, പുള്ളീനെ വിളിക്കട്ടെ, ഇങ്ങോട്ട് വരാൻ കാണണ്ടേ, ഇനിയിപ്പോൾ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത്. വേണ്ട, കുഴപ്പമില്ല, സംസാരിക്കേണ്ട, അല്ല വിളിച്ച് വരുത്തണ്ടെന്ന് പറഞ്ഞു എയർപോർട്ടിൽ. അപ്പോൾ പറഞ്ഞു എന്നാൽ അറ്റ്ലീസ്റ്റ് വിളിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. വിളിച്ചു, ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി ഫോൺ എടുത്തിട്ട് പറഞ്ഞു വരാൻ പറ്റിയില്ല, പ്രൊജക്റ്റിൻ്റെ എന്തോ കാര്യങ്ങൾ, ഫൈനൽ ഇയർ ആയിരുന്നു അന്നേരം, പ്രൊജക്റ്റിൻ്റെ കാര്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഭയങ്കര ഫോർമലായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ഫ്ലൈറ്റിന് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ, ഹാപ്പി ജേർണി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചൊന്നും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഫോണ് എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയ ഇതിന് അപ്പോൾ തന്നെ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എന്ത് സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, പുള്ളി പറഞ്ഞു ഹാപ്പി ജേർണി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നെ വീണ്ടും വിളിപ്പിച്ചു പോകുന്നേന്ന്. ഇല്ല, അത് സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി എന്നെക്കാളും അതെ, ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നമേ ഉള്ളൂ, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഓക്കെ. സുബിൻ ആൻഡ് സുവർണ ഇവരുടെ വെഡിങ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസ് ആൻഡ് ജോളി സൈനിങ് ഓഫ്.